കാർ സർവീസിന് കൊടുക്കണം, പക്ഷെ അവിടെ കൊടുക്കുമ്പോ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം, ബിക്കോസ് നീ ഇംഗ്ലീഷ് കഫേനെ റെപ്രസെന്റ് ചെയ്യുന്നതാണല്ലോ. സോ എനിവേ കേരളത്തിന്റെ പുറത്തൊക്കെ സർവീസിന് കൊടുക്കുകയാണെങ്കിലും സെയിം സിറ്റുവേഷൻ. ഇനി വേണമെങ്കിൽ ഒന്ന് സ്റ്റൈലാക്കി വേണമെങ്കിൽ ഇവിടെ നാട്ടിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇംഗ്ലീഷിൽ നീ പറയണം, ഞാൻ പറയുന്ന സെന്റൻസസ്. ഓക്കെ, കാർ സർവീസ് എത്ര ഇടവിട്ട് ചെയ്യണം? ഹൗ ഫ്രീക്വന്റ്ലി should I get my service my car? Should I service my car? Okay. Should I get a car service done? അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഹൗ ഓഫൺ ഷുഡ് ഐ, how often should I സർവീസ് മൈ കാർ. ഇനി എൻജിൻ ഓയിൽ എപ്പോഴാണ് മാറ്റേണ്ടത്? when should I change the engine oil? when should I replace the engine oil? ഒക്കെ പറ്റും. ഇനി ഓയിൽ മാറ്റാതെ പോയാൽ എന്ത് പ്രശ്നം ഉണ്ടാകും? എനിക്കറിയില്ല ഇതിന്റെ ടെക്നിക്കാലിറ്റി. സീരിയസ്ലി എനിക്ക് ഇങ്ങനത്തെ ഒരു ഓയിൽ ഉള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. എന്താ ഓയില? അതായത് എന്തൊരു ഓയിലുണ്ട്, പെട്രോൾ ഓയിൽ, ഇപ്പൊ പറഞ്ഞ എൻജിൻ ഓയിൽ. അപ്പൊ അത് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാവും, എന്തൊക്കെയോ സംഭവം ഉണ്ടാവും. ഈവൻ എൻജിൻ കത്തിപ്പോവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഓക്കെ, എനിവേ മരിച്ചു പോകുന്നൊക്കെ അതാ ക്യാമറമാൻ പറയുന്നു, എനിക്ക് മര്യാദക്ക് അറിയില്ല. ഓക്കെ, എന്താ ഓയിൽ മാറ്റാതെ പോയാൽ എന്ത് പ്രശ്നം ഉണ്ടാകും? What happens if the engine oil is not changed? Changed on time എന്ന് പറയാം. സർവീസിന്റെ ശരാശരി ചെലവ് എത്രയാണ്? What is the average cost for service? Cost of a car service. ഇനി ഫുൾ സർവീസിലും ബേസിക് സർവീസിലും എന്താണ് വ്യത്യാസം? What is the difference between a full service and a basic service? എനിക്ക് അറിയില്ല കേട്ടോ, നമ്മൾ ഇത് അറിഞ്ഞിട്ട് പറയുന്നല്ലേ, നമ്മൾ we are only teaching you English. Okay. ഇനി ബ്രേക്ക് പാഡുകൾ എപ്പോഴാണ് മാറ്റേണ്ടത്? when should I change or replace the brake pad? കാർ മൈലേജ് മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരും, ഇതിന്റെ ഉത്തരം അറിയെങ്കിൽ പറഞ്ഞുതരും. What should be done to increase the mileage? അല്ലെങ്കിൽ to get a better mileage? അല്ലെങ്കിൽ how can I improve my car's mileage? Okay. ഇനി ബാറ്ററി എത്ര കാലം നിലനിൽക്കും? How long will the battery last? ഇനി ബാറ്ററി ഡൗൺ ആയാൽ എന്ത് ചെയ്യണം? അതായത് കാർ പിന്നെ സ്റ്റാർട്ട് ആവൂല, അപ്പം പുറത്തുനിന്ന് ആരോ വന്ന് ബാറ്ററി എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ട്രാൻസ്ലേറ്റ് എന്തായിരുന്നു? ബാറ്ററി ഡൗൺ അടുത്ത സിസ്റ്റർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് കണ്ടു. എന്താ ബാറ്ററി ഡൗൺ ആയാൽ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് ദി ബാറ്ററി ഡൈസ്? ഓക്കെ. ഇനി എയർ ഫിൽറ്റർ എപ്പോഴാണ് മാറ്റേണ്ടത്? when should the air filters be changed? ഇത് കുറേ റീപ്ലേസ് അല്ലെങ്കിൽ ചേഞ്ച് രണ്ടും പറ്റും. ഇനി ലോങ് ഡ്രൈവിന് മുമ്പേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പരിശോധിക്കണം? what all should be പരിശോധിക്കണം is check. what all should be checked before a long drive? എന്തൊക്കെ നോക്കണം എന്നുള്ളത് what all should be considered before a long drive. ലാസ്റ്റ് വൺ, കാറിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ എന്ത് ചെയ്യണം? what to do if I hear any unusual sound? Unusual from the car, like from the engine, whatever. Okay, what should I do if I hear unusual voice in the car? Voice avilla, noise alla, sorry, noise from the car. Okay, that makes sense. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി കാറായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള സെന്റൻസസ് നിങ്ങൾ കമന്റ് ചെയ്യുക, enlighten us because we have no much knowledge about this. അതിന് മറുപടി തരാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ, ഒരു സിറ്റുവേഷൻ കവർ ചെയ്യണമെങ്കിൽ ആ സിറ്റുവേഷൻ ഏതാണെന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. വിൽ ഡെഫിനറ്റ്ലി ഡു എ വീഡിയോ. ആൻഡ് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.